ഹാഡിയ സ്കീം 2025 നമ്മളിപ്പോൾ പ്രൊഫൈൽ വെരിഫിക്കേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനിയും ചെയ്യാത്തവരൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. എല്ലാ ഇൻസ്ട്രക്ഷനും നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേറ്റിവിറ്റി പ്രൂഫ് അതുപോലെ തന്നെ ഫീസ് അടക്കൽ അത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. അങ്ങനെയുള്ളവർ വന്നേക്കുന്നവർ കേട്ടോ. നിങ്ങളിപ്പോൾ SC/ST ആണെന്നൊക്കെ കൊടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫീസ് കുറച്ച് വന്നത്. പക്ഷേ നിങ്ങൾ അതിനോടനുബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ തെറ്റാവുകയൊക്കെ ആണെങ്കിലാണ് ആ റിസർവേഷൻ കിട്ടാതെ വരുമ്പോൾ നിങ്ങളോട് വീണ്ടും ഫീസ് അടക്കാൻ പറയുന്നത്. അത് അടക്കാം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോർമലൈസ്ഡ് സ്കോർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾക്കതിൽ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിങ്ങനെയാണ്. കുറച്ച് ഇപ്പോൾ നമ്മൾ കോവിഡ് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നേക്കുമ്പോൾ ഇതിനെപ്പറ്റി എല്ലാ വർഷങ്ങളും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അതിപ്പോൾ നമുക്കൊന്നും വേറൊന്നും പറയാനില്ല അതിൽ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എൻട്രൻസ് എഴുതി, എക്സാം എഴുതി, പക്ഷേ നിങ്ങൾക്ക് ഇനി നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് നമ്മളുടെ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നമ്മുടെ +2ൻ്റെ മാർക്കും അതുപോലെ തന്നെ നമ്മൾ എഴുതിയ എൻട്രൻസിൻ്റെ മാർക്കും തുല്യ അനുപാതത്തിലെടുത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി വരാനുള്ളത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു +2ൻ്റെ മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയട്ടെ, ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. ഞാനിപ്പോൾ പറയണത് 2024 വരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന രീതിയാണ്. 25 എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ ആ സമയത്ത് പറയും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വലിയ വ്യത്യാസങ്ങൾ വരാറില്ല. ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോവുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇത് നേരത്തെ പറയണമെന്ന് വെച്ചാൽ, എനിക്കറിയാം എപ്പോഴും കുട്ടികൾ ഈ ഒരു നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നവരുണ്ടാവും. ചിലവർ അറിയുന്നത് ഇപ്പോൾ നോക്കൂ, നമ്മളുടെ നോർമലൈസ്ഡ് ചെയ്ത സ്കോർ പബ്ലിഷ് ചെയ്ത് കിട്ടാതായപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് പ്രൊഫൈൽ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അത് ചെയ്യേണ്ടിയിരുന്നു എന്നൊക്കെ കുട്ടികൾ അറിയണത്. സോ കുറച്ച് പേരെങ്കിലും കുറേ കാര്യങ്ങൾ കുറച്ച് വൈകി അറിയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് നേരത്തെ പറഞ്ഞു വെച്ചാൽ അവരുടെ കയ്യിലേക്ക് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നവരാണെങ്കിലും കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാലോ, ഒരു ഡെസിമലിൻ്റെ നമ്പറിൻ്റെ വ്യത്യാസം നിങ്ങളുടെ മാർക്കിൽ വന്നാൽ പോലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ അതിൽ വ്യത്യാസം കാണിക്കും. മാത്രമല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള മാർക്കും അതുപോലെ തന്നെ നിങ്ങളവിടെ കൊടുത്തേക്കുന്ന മാർക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റിലെ മാർക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കുന്ന സാർമാർ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. സോ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കിട്ടണം. രണ്ടാമത്തത് ശ്രദ്ധിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ റാങ്കിൽ വ്യത്യാസങ്ങൾ വരും, അഡ്മിഷൻ ക്യാൻസലായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയും കാര്യങ്ങളുണ്ട്, എന്നിട്ട് അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എത്ര പേര് ഇതിൽ നിന്നൊക്കെ പുറത്തായി പോയിട്ടുണ്ടെന്ന് അറിയോ? ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് കൊടുക്കാതെയും മാർക്ക് കൊടുക്കാതെയും അതിനുശേഷം അലോട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയറൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാതെ പോയവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മാർക്ക് കൊടുക്കേണ്ടതെന്നൊന്ന് നോക്കാം. നമ്മൾ സാധാരണ കൊടുക്കുന്നത് PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ മാർക്കാണ്, +2ലെ മാർക്ക്. ഓക്കെ, അപ്പോൾ ഇനി സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുമ്പോഴും നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ വന്നേക്കുന്ന രീതിയിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾ വരുന്നത്. എനിക്കതിൽ വിഷമം എനിക്കുണ്ട്. കാരണം ചിലപ്പോൾ ഫുൾ മാർക്ക് വാങ്ങിച്ചവർക്കും റാങ്ക് വരുമ്പോൾ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ മാർക്കാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് കൊടുക്കാം. കമ്പ്യൂട്ടർ സയൻസും കെമിസ്ട്രി ഇല്ലെങ്കിൽ ബയോടെക്നോളജിയുടെ മാർക്ക് കൊടുക്കാം. ഇത് മൂന്നും ഇല്ലാത്തവരാണെങ്കിൽ ബയോളജിയുടെ മാർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കെമിസ്ട്രിയുടെ മാർക്കിനാണ്. നിങ്ങൾ CS മാർക്ക് കെമിസ്ട്രീനെക്കാട്ടിയും കൂടുതലാണെന്ന് പറഞ്ഞിട്ട് CS മാർക്ക് കൊടുക്കരുത്, കെമിസ്ട്രിയുടെ മാർക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയാലോ, ഇത് ഈക്വലായിട്ട് +2ൻ്റെ മാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് എഴുതിയേക്കുന്ന മാർക്കും കൂടി തുല്യ ഇതിലെടുത്തിട്ടാണ് സ്റ്റാൻഡർഡൈസേഷൻ നടത്തി നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ അതിൻ്റെ വീഡിയോ എങ്ങനെയാണെന്നൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ടസിലുണ്ട്, കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എങ്ങനെയാണ് മാർക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ എൻട്രൻസ് കമ്മീഷണർ ഒരു ടൈമിൽ നമ്മളുടെ അടുത്ത് പറയും, ഒരു നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് +2ൻ്റെ മാർക്ക് കൊടുക്കുക എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വരും. ആ ടൈമിൽ നമ്മൾ
നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾക്കിപ്പോൾ മെമ്മോ ഒക്കെ വന്നില്ലേ, അതുപോലെ ഒരു മെനു വന്നിട്ടുണ്ടാവും. അതിൽ എഴുതിയേക്കുന്നത് മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നായിരിക്കും. നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണണ്ടാവും മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ്. അതുപോലെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അതിൽ കൊടുക്കുക. നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ, നമ്മളുടെ പാസ്സായ ബോർഡ്, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് നിങ്ങളുടെ ബോർഡ് ഏതാണ് എന്ന് നോക്കുക. എന്നിട്ട് അവിടെ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിന്ന് ചൂസ് ചെയ്യുക, നിങ്ങളുടെ ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യുക. മനസ്സിലാവണ്ടോ? അത് കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ നമ്പർ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ എക്സാം എഴുതിയപ്പോൾ അതിന് മുകളിൽ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിസൾട്ടൊക്കെ നോക്കുന്നൊരു നമ്പറില്ലേ, ആ നമ്പറാണ് രജിസ്റ്റർ നമ്പർ. ഇത് കറക്റ്റായിട്ട് കൊടുക്കാതെ അലങ്കോലപ്പെടുത്തുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഞാൻ എടുത്തു പറയണത്. മനസ്സിലായോ? ബോർഡ് കറക്റ്റായിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. ഇത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ബോർഡുകാർ, നിങ്ങൾ പഠിച്ച ബോർഡുകാർ എൻട്രൻസ് കമ്മീഷണർക്ക് നിങ്ങളുടെ ഡേറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മാർക്ക് സ്ക്രീനിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ആ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന മാർക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാർക്കും കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യുക. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾക്കറിയായിരിക്കും നിങ്ങളുടെ മാർക്ക് ഇത്രയാണ് എന്നുള്ളത്, പക്ഷേ ഒരു വ്യത്യാസം പോലും അത് നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കും, റാങ്കിനെ ബാധിക്കും. സോ അതൊന്നും കയ്യിലെടുത്ത് വച്ചിട്ട് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, 2 മാർക്കും സെയിം ആണ്, എൻ്റെ കയ്യിലിരിക്കുന്ന മാർക്കും ഡിസ്പ്ലേയിൽ കാണിച്ചേക്കുന്ന മാർക്കും ഒന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ അവിടെ കാണിച്ചിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ തിരുത്തലുകളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന് പറയാം. നിങ്ങളിവിടെ മാർക്ക് ലിസ്റ്റ് ഒന്നും സാധാരണ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയാറില്ല, തിരുത്തലുകൾ ആവശ്യമില്ലാത്തവർക്ക്. അതായത് നമ്മുടെ കയ്യിലുള്ള മാർക്കും സ്ക്രീനിൽ കാണുന്ന മാർക്കും സെയിം ആയിട്ടുള്ളവർക്ക്. ഇനി വെബ്സൈറ്റിൽ മാർക്കുകൾ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ കാണിച്ചേക്കണ മാർക്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാർക്കിലും വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഫിസിക്സിയുടെ മാർക്കായിരിക്കും, ചിലപ്പോൾ കെമിസ്ട്രിയുടെ മാർക്കായിരിക്കും, ചിലപ്പോൾ മാത്സിൻ്റെ മാർക്കായിരിക്കും, ചിലപ്പോൾ 2 ഉണ്ടാവും, അല്ലെങ്കിൽ 3 ഉണ്ടാവും. അപ്പോൾ ഏതിൻ്റെയൊക്കെ മാർക്ക് അവിടെ വ്യത്യാസമുണ്ടോ അവിടെ ചേഞ്ച് എന്നൊരു ബട്ടണും കാണിച്ചിട്ടുണ്ടാവും. അത് ആവശ്യമുള്ളവർക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണേണ്, എല്ലാവരും ക്ലിക്ക് ചെയ്യേണ്ട. ഏതെങ്കിലും മാർക്ക് നിങ്ങളുടെ മാർക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേക്കണ മാർക്കിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് അവിടെ കാണിച്ചേക്കണമെങ്കിൽ ചേഞ്ച് ബട്ടൺ കൊടുക്കാം. ഓക്കെ, എനിക്കറിയില്ല നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ടോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കൂടി വന്നിട്ടുണ്ടെങ്കിൽ മേ ബി അവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് നേരത്തെ ഉള്ള മാർക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സെയിം മാർക്ക് കാണിക്കണമെങ്കിൽ ഓക്കെ, അല്ലാത്തവർ അതൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ മാർക്കിൽ വ്യത്യാസമുള്ളവർ അവിടെ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ശരിയായിട്ടുള്ള മാർക്ക് അവിടെ കൊടുക്കുക. ഇപ്പോൾ 48 വന്നേക്കുന്നത്, നിങ്ങളുടെ 49 മാർക്ക് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 49 അവിടെ ചേഞ്ച് കൊടുത്തിട്ട് മാർക്ക് ചേഞ്ച് വന്നേക്കണം അവിടെ കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി വേറൊരു വിഭാഗമുണ്ട്, അതായത് നമ്മളിപ്പോൾ 2 പേരുടെ കാര്യം പറഞ്ഞു. എൻട്രൻസ് കമ്മീഷണർ മാർക്ക് കൊടുത്തേക്കുന്നു, അത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്തപ്പോൾ സെയിം ആണ്, അവിടെ ഒന്നും ചെയ്യാനില്ലാത്തവരുടെ കാര്യം പറഞ്ഞു. ഇനി ഓൾറെഡി അവിടെ മാർക്ക് കാണിക്കുന്നുണ്ട്, പക്ഷേ അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ട്, അങ്ങനെയുള്ളവരുടെ കാര്യം പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻട്രൻസ് കമ്മീഷണർക്ക് നിങ്ങളുടെ ഡേറ്റ് കൈമാറാത്ത ബോർഡുകാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബോർഡുകൾ നിങ്ങൾ പാസ്സായ വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ ഒരു പേജിൽ നിങ്ങൾ മാർക്കുകൾ അതിൽ ചോദിച്ചേക്കണ പോലെ കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മനസ്സിലായി? അവിടെ മാർക്കൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ മാർക്ക് അവിടെ കൊടുത്തിട്ട് സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് മാർക്ക് തിരുത്തി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കുട്ടികളും ഇപ്പം മാർക്കുകളൊന്നും ഇല്ലാതിരുന്നിട്ട് നമ്മൾ മാർക്കുകൾ കൊടുത്ത കുട്ടികളും എന്ത് ചെയ്യണം, ഇത് തന്നെയാണ് എൻ്റെ മാർക്കെന്ന് പ്രൂഫ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആ ഒരു
മാർക്ക് ലിസ്റ്റ് PDF ഓർക്കാട്ടോ. PDF ആക്കുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് PDF ആക്കുക. വെട്ടമുള്ള സ്ഥലത്ത് വെച്ച് ഷെയ്ക്കിംഗ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ എങ്ങനെയെങ്കിലും PDF ആക്കി അവിടെ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ കണ്ടോ, ഈ പ്രൊഫൈൽ വെരിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടിയേക്കണുണ്ടോ? ഇത് ആദ്യം മുതൽ പറയണ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PDF ആക്കുമ്പോൾ ആ PDFിനൊരു പേരും കൊടുക്കുക, അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് PDF ആക്കാനും ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ അതൊക്കെ എടുത്തു വെച്ചേക്കാട്ടോ. ആ ഒരു ടൈമിലൊന്നും നിങ്ങളിപ്പോൾ കിടന്ന് അടങ്ങേറാകാൻ നടക്കണ്ട. ഇപ്പോഴേ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു PDF ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് അവിടെ ഉണ്ടാക്കി വെച്ച് അതിനൊരു പേര് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ ഇതാണ് ഈ മാർക്ക് ലിസ്റ്റ്. അല്ലെങ്കിൽ ചിലവരെ ഈ മാർക്ക് ലിസ്റ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ടേ വേറെ നെറ്റിവിറ്റി പ്രൂഫ് കൊടുക്കുന്ന കുട്ടികളുണ്ട്. കാരണം അവർ പറഞ്ഞിട്ട് കാര്യമില്ല, PDF ഏതാണെന്ന് അവർക്ക് അറിയില്ല. അപ്ലോഡ് ചെയ്ത് പോയി, അത് കഴിഞ്ഞിട്ടാണ് പറയണത് അയ്യോ ഞാൻ മാർക്ക് ലിസ്റ്റിൻ്റെ സ്ഥലത്ത് വേറെയാണ് കൊണ്ടുപോയി വെച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഏതാണോ PDF നിങ്ങൾ ഉണ്ടാക്കണത് അതിൻ്റെ പേര് അതിന് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾ മാർക്ക് ചേഞ്ച് ചെയ്തേക്കണവരും അതുപോലെ തന്നെ മാർക്ക് കൊടുത്തവരും രണ്ടുപേരും നിങ്ങളുടെ അല്ലെങ്കിൽ 2 ഗ്രൂപ്പിൽ വന്ന കുട്ടികളും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന് പ്രൂഫായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തതിന് തെളിവായിട്ട് ഈ PDF ആയിട്ട് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അവിടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം കൂടി ഇതിനോട് പറഞ്ഞോട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കീമിൽ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് എന്ന് പറയുന്നത് ഒരു സ്ഥലമേ ഉള്ളൂ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ വന്നോന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടി കിട്ടിയിട്ടുള്ള മാർക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ആ ഒരു മാർക്ക് ലിസ്റ്റും ഈ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ലിസ്റ്റും ഉണ്ടല്ലോ, അത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് ഒറ്റ PDF ആക്കിയിട്ട് വേണം അവിടെ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. രണ്ടും വേണ്ടി വരും. കാരണം അവരുടെ കയ്യിലുള്ള ഡേറ്റയിൽ ചിലപ്പോൾ മാർക്ക് വന്നേക്കുന്നത് നിങ്ങളുടെ ആദ്യത്തെ മാർക്കായിരിക്കും. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ രണ്ടിനും തെളിവ് വേണം. അപ്പോൾ അത് രണ്ടും കൂടി ഒറ്റ PDF ആക്കിയിട്ട് അതാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി പ്രത്യേകം എപ്പോഴും എൻട്രൻസ് കമ്മീഷണർ പറയാറുണ്ട്, ഈ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളെ വ്യക്തതയുള്ളതും വായിക്കാൻ കഴിയുന്നതും അപാകമില്ലാത്തതും ആയിരിക്കണം എന്ന്. പക്ഷെ അത് ഒരു ഭൂരിഭാഗം കുട്ടികളും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ സങ്കടത്തോടെ വന്ന് പറയല്ലേ ഞാൻ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു പക്ഷേ ക്ലിയർ ആയില്ല, അതോറിറ്റി സെയിം ആയിരുന്നു, ശരിയായില്ല. അപ്പോൾ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ PDF കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. ഫോർമാറ്റും കറക്റ്റാണ്, അതോറിറ്റിയും കറക്റ്റാണ്, സൈനും സീലും ഒക്കെ ഉണ്ട്. പക്ഷേ വീണ്ടും മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ PDF ക്ലിയർ ആയിട്ടല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിങ്ങൾ മാർക്കൊക്കെ കൊടുത്തു, മാർക്ക് ഓക്കെ സബ്മിറ്റ് ഓൾറെഡി ഓക്കെ ഉള്ളവർ കൊടുത്തു, മിസ്റ്റേക്ക് ഉള്ളവർ തിരുത്തി കൊടുത്തു, പിന്നെ അതിനുശേഷം അവിടെ ഇല്ലാത്തവർ അത് വേറെ കൊടുത്തു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്ത ആ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു PDF ആയിട്ട് അവിടെ കിടന്നോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് വെക്കുക. കാരണം ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആയിട്ടൊരു കോൺവെർസേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മാർക്ക് കൊടുത്തതാണ് പക്ഷേ എൻ്റെ റാങ്ക് വന്നില്ല എന്നുള്ള വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളോട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ഓർക്കുക, മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വരുന്ന കുട്ടികളും അതുപോലെ തന്നെ ബോർഡ് ഡേറ്റ കൊടുക്കാതെ മാർക്കുകൾ നിങ്ങൾ കൊടുത്ത കുട്ടികളും ഈ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഇതൊന്നും നിങ്ങൾ എങ്ങോട്ടും അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു തെളിവായിട്ടാണ് നിങ്ങളോട് ഇത് എടുത്ത് വെക്കാൻ പറയുക. മാത്രമല്ല നമ്മൾ ചെയ്ത പ്രൊസീജിയർ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണതും ഈ ഇത് എടുത്തു കഴിയുമ്പോഴൊക്കെയാണ് കേട്ടോ. അപ്പോൾ മാർക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് PDF ക്ലിയർ ആക്കുക. രണ്ടാമത് 2 PDFകൾ ഏതെങ്കിലും കാരണവശാലുണ്ടെങ്കിൽ അത് രണ്ടും കൂടി മെർജ് ചെയ്ത് ഒറ്റ PDF ആക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് തയ്യാറാക്കുന്നതിന് നിങ്ങൾ സമർപ്പിക്കുന്ന +2ൻ്റെ മാർക്ക്, പരീക്ഷയുടെ ബോർഡ്, ഓരോ വിഷയത്തിനും ലഭിച്ച മാർക്ക്, പരമാവധി മാർക്ക്, ഓരോ വിഷയവും പാസ്സായ വർഷം എന്നിവ അഡ്മിഷൻ സമയത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. ഇതിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും എന്നുള്ള കാര്യം കൂടി ഓർക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.